വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരിലൂടെ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ കേവലം ശിഷ്യന്മാരിലൂടെ തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർ എന്നതിനപ്പുറത്ത് കാലാകാലങ്ങളിൽ സുവിശേഷത്താൽ എക്കാലവും തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി പുൽപിറ്റിൽ നിൽക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന ഹൃദയപൂർവ്വം ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ആരാണ് ആദ്യം പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടി ആരാണ് ആദ്യം പ്രാർത്ഥിച്ചത് എന്ന എൻ്റെ ചോദ്യത്തിന്റെ മാനുഷിക മറുപടി എൻ്റെ അമ്മയാണെന്നാണ്. എൻ്റെ അമ്മ എപ്പോഴാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആണാണോ പെണ്ണാണോ എന്നറിഞ്ഞുകൂടാ, എൻ്റെ മുഖമൊന്നും എൻ്റെ അമ്മ കണ്ടിട്ടില്ല. എന്ന അമ്മയുടെ പ്രാർത്ഥന, കളക്ടറാക്കണേ, പാസ്റ്ററാക്കണേ, ഓസ്ട്രേലിയയിൽ വിടുകയാണെങ്കിൽ മെൽബണിൽ തന്നെ വിടണേ, അല്ലെങ്കിൽ പിന്നെ അമേരിക്ക വിട്ടേക്കണേ, അമേരിക്ക വിടുകയാണെങ്കിൽ കാലിഫോർണിയയിൽ തന്നെ വിട്ടേക്കണേ. ഇന്നേക്ക് 51 വർഷങ്ങൾക്ക് പിറകിൽ ഒരൊറ്റ റോഡ് പോലും ടാർ ചെയ്തിട്ടില്ലാത്ത, മുഴുവൻ മൺ റോഡ് മാത്രമുള്ള, കുണ്ടും കുഴികളുമുള്ള കൊച്ചു 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 ഓല മേഞ്ഞ ഷെഡുകൾ, മേച്ചിൽ പുല്ലുകൾ മേഞ്ഞ വീടുകൾ, അങ്ങനെയുള്ള ചാണകം മെഴുകിയ തറ, അങ്ങനെയുള്ള വീട്, കാളവണ്ടി മാത്രം യാത്രാ സൗകര്യം, വല്ലപ്പോഴും ഒരു ജീപ്പെങ്ങാനും അതുവഴി വന്നാൽ അത്ഭുത പരതന്ത്രരായി ഓടിക്കൂടുന്ന ആ വല്ലാത്ത കാലത്ത് എൻ്റെ അമ്മയ്ക്കെന്തോ കലക്ടർ, എൻ്റെ അമ്മയ്ക്കെന്തോ ഓസ്ട്രേലിയ, എൻ്റെ അമ്മയ്ക്കെന്തോ മെൽബൺ, എൻ്റെ അമ്മയ്ക്കെന്തോ അമേരിക്ക, എൻ്റെ അമ്മയ്ക്കെന്തോ കാലിഫോർണിയ. അതൊന്നും അമ്മ കേട്ടിട്ടില്ല. ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും പറയാൻ അമ്മയുടെ നാവ് വഴങ്ങുകയുമില്ല. അമ്മയുടെ പ്രാർത്ഥന ഇത്രേ കാണൂ: ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, ഒരു കേടും കൂടാതിങ്ങ് തരണേ. അതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. അപ്പന്റെ പ്രാർത്ഥനയും അത്രയുള്ളൂ: ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടും വരാതെ രണ്ടുപേരെ രണ്ട് സുരക്ഷിത പാത്രമാക്കി തരണമേ. അതായിരിക്കാം അപ്പന്റെ പ്രാർത്ഥന. എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മുഖം കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എൻ്റെ വല്യപ്പനും വല്യമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ മണ്ണിൽ ജനിച്ച ശേഷമാണ്. എനിക്ക് 3 സഹോദരങ്ങളാണ്. അവരുണ്ടായ ശേഷമാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കള്. അവർ ജനിച്ച ശേഷമാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എന്നാൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം: എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ മറ്റാരും എന്നെ ഓർക്കുന്നതിന് മുമ്പ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് പിറകിൽ പാലസ്തീന്റെ പച്ച മണ്ണിൽ കാൽപാദങ്ങൾ ഊന്നി നിന്ന് എന്നെ പരിശുദ്ധ പിതാവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ഒരു രക്ഷിതാവാണ് എനിക്കുള്ളതെങ്കിൽ എന്തിനിന്ന് രാത്രി നിരാശ, ആ നിരാശയുടെ കടുങ്കെട്ടികളെ പൊട്ടിച്ച് കൃപ ലഭിച്ച ദൈവമക്കൾ അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ: മറ്റാരേക്കാൾ, മറ്റെന്തിനേക്കാൾ എന്നെ കുറിച്ച് കനത്ത ഉത്തരവാദിത്വമുള്ള
മനസ്സുള്ള ഒരു നല്ല കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നു. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. അല്പം കൂടെ സന്തോഷകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. വേറെ ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഒരു വേള നിലയ്ക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയുസ് തികഞ്ഞു മണ്ണിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ അനുശോചനം പറയുന്ന, ശുശ്രൂഷകൾ നടത്തുന്ന ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ നിറഞ്ഞ കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പച്ചന്റെ വേർപാട്, അമ്മച്ചിയുടെ വേർപാട്, സഹോദരന്റെ വേർപാട്, സഹോദരിയുടെ വേർപാട് നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. എന്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത് നികത്താൻ കഴിയാത്ത നഷ്ടമാണെന്ന്? ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചൻ ഇനി ഞങ്ങളുടെ സഭയിൽ ഇല്ല. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചിയില്ല, അല്ലേ? പ്രാർത്ഥിക്കുന്ന മനുഷ്യർ നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. അപ്പൊ കണ്ണു മണ്ണിൽ തിരുമി അടച്ചാൽ നമുക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം നിലയ്ക്കും. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള സന്തോഷം 2026 വർഷങ്ങൾക്ക് പിറകിൽ എനിക്ക് വേണ്ടി ഒരു വേള പ്രാർത്ഥിച്ചവസാനിപ്പിച്ചില്ല. പിന്നെ എന്ന് ഞാൻ എൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടിയോ അന്നു മുതൽ എന്നെൻ്റെ കർത്താവ് എന്നെ ചേർക്കാൻ മടങ്ങി വരുന്നു, അല്ലെൻ്റെ ആയുസ് തികഞ്ഞെപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നു, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ ഇന്നും പിതൃസന്നിധിയിൽ ആ അപേക്ഷയും ആ ഭയയാചനയും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവമക്കൾ ഒരുമിച്ച് പറഞ്ഞ് എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് റോമാലേഖനം 8:34 ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അതരം തുറന്ന് എന്നോട് ചേർന്ന് ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് നന്ദി പറയാ. അപ്പൊ ഒന്ന്, യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ട്, യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നീട്ടിപ്പരത്തി വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർക്ക് വേണ്ടി മാത്രമല്ലെന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. അവരാണിപ്പോൾ തന്നെ ചുറ്റിപ്പറ്റിയുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അളവിലാണ് നമുക്ക് വേണ്ടിയും കൂടി അപേക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ പിതൃസന്നിധിയിൽ യേശു നിരത്തുന്നുണ്ട്. ഇന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നു, ഇന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പെറുക്കി പെറുക്കി പറയുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു ചിന്ത പറഞ്ഞു നമുക്ക് മടങ്ങി വരാം. അതിൽ യേശു കർത്താവ് ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. വായിക്കാം 17-ാം അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിന്റെ 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ രാമയം പറയാൻ കഴിയും? ഞാനതൊന്ന് വിശദീകരിക്കാം. അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് യേശു പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അവിടെ ലോകം എന്നതുകൊണ്ട് എന്താണ് യേശു കർത്താവ് അർത്ഥമാക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാം. വേദപുസ്തകത്തിലെ, വിശേഷാൽ പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പഠന വിഷയമാണ് ലോകം എന്നുള്ളത്. ലോകം എന്നതിനെ തിരുവെടുത്ത് പല നിലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. 3 ചിന്തകൾ മാത്രം പറയാം. ഈ കോസ്മോസിനെ, ഈ പ്രപഞ്ചത്തെ
ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നതും നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായ ഈ അഖിലാണ്ട കടാകത്തെ മുഴുവൻ തിരുവെഴുത്തിൽ ലോകമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കേണ്ട വിശ്വപ്രസിദ്ധമായ അഥേനയിലെ പ്രഭാഷണത്തിൽ ശ്ലീഹ പൗലോസ് പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. അവിടെ ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം എന്ന് പറയുമ്പോൾ ഈ കോസ്മോസിനെയാണ്, ഈ പ്രപഞ്ചത്തെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എബ്രായ ലേഖകൻ 11-ാം അധ്യായത്തിൽ പറയുന്നു, ഈ ദൃശ്യലോകത്തിന് കാരണമായത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വചനമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടിയുടെ പിന്നിൽ ഉളവാകട്ടെ എന്ന ദൈവത്തിന്റെ ശബ്ദത്താൽ നാം കാണുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതും ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതും കണ്ടുപിടിച്ചിട്ടുള്ളതുമായ ഈ അഖിലാണ്ട കടാകം മുഴുവൻ നിലവിൽ വന്നു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കരമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്ന ഒന്നാമത്തെ ചിന്ത ഈ പ്രപഞ്ചമാണ്. 2, ഭൂമിയെ, മനുഷ്യരെ തിരുവെഴുത്ത് ലോകമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്കു സ്നേഹിച്ചു. അവിടെ ലോകത്തെ സ്നേഹിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്നത് കോസ്മോസിനെ അല്ല, പ്രപഞ്ചത്തെ അല്ല. കോസ്മോസിനെ, പ്രപഞ്ചത്തെ സ്നേഹിച്ചെന്നല്ല, ഭൂമിയിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു എന്നാണ്. അപ്പൊ മനുഷ്യരെ, ഭൂമിയെ തിരുവെഴുത്ത് ലോകമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേതാണ് പ്രധാനപ്പെട്ട ചിന്ത. പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ, മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥിതിയുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥിതി നീതിയുടെ, വിശുദ്ധിയുടെ, നന്മയുടെ, ധാർമ്മികതയുടെ, സത്യത്തിന്റെ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന അനീതിയുടെ, അശുദ്ധിയുടെ, ദൈവത്തിന് സ്തോത്രം, അസത്യത്തിന്റെ, അധാർമികതയുടെ, മ്ലേച്ഛതയുടെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയാണ് തിരുവെഴുത്ത് വിശേഷാൽ ലോകമെന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, വിഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം, അവിടെ ആ മ്ലേച്ഛതയെ, അവിടെ ആ പാപത്തെ, അവിടെ ആ അധാർമികതയെ ലോകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനങ്ങൾ, വിശേഷാൽ യോഹന്നാൻ എഴുതിയ 1 ലേഖനം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയണം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവനിലില്ല. അവിടെ ലോകമെന്ന് അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന അനീതിയുടെ, അധാർമികതയുടെ, അശുദ്ധിയുടെ, പാപത്തിന്റെ, മ്ലേച്ഛതയുടെ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പിശാചിനെ തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നത് ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ദൈവമെന്നല്ല, മനുഷ്യരുടെ ദൈവമെന്നല്ല, ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന അനീതിയുടെ, മ്ലേച്ഛതയുടെ, പാപത്തിന്റെ, അശുദ്ധിയുടെ, അസത്യത്തിന്റെ വ്യവസ്ഥിതിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാവെന്ന നിലയിലാണ് തിരുവെഴുത്ത് പിശാചിനെ ലോകമെന്ന് പരിചയപ്പെടുത്തുന്നത്. യേശു പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത് രാമേൻ പറഞ്ഞു പറ, അവന് ഞാനുമായി ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ
പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പാപമില്ലാത്ത, പ്രലോഭനങ്ങളില്ലാത്ത, അശുദ്ധിയില്ലാത്ത, പിശാചിന്റെ സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിൽ അവരെ സുരക്ഷിതരായി പറിച്ചു നടണമെന്നല്ല. പിന്നെ പാപമുള്ള, അധാർമികതയുള്ള, അശുദ്ധിയുള്ള, പിശാചുള്ള, അവന്റെ സ്വാധീനങ്ങളുള്ള ഈ ഭൂമിയിൽ അവന്റെ വ്യവസ്ഥിതികൾക്കൊന്നും അവന്റെ സ്വാധീനങ്ങൾക്കൊന്നും ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം ഇവരെ ഒരു ജയാളികളാക്കി മാറ്റണമേ. യേശു കർത്താവ് പ്രാർത്ഥിച്ചത് നമ്മുടെ ജയ ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഞാൻ സ്തോത്രം ചെയ്തു പറയാം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത അത് ജയ ജീവിതമാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ സിംഹഗർജനം പോലെ ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയുന്നു, വീണ്ടും ജനനം പ്രാപിച്ചവരോട് ഞാൻ പറയുന്നു, പാപത്തെ ബലഹീനതയെന്ന താലോലിക്കുന്ന വാക്കുകൾ പറഞ്ഞ് കൊണ്ട് നടക്കരുത്. പാപത്തെ ബലഹീനത എന്ന് പറഞ്ഞു താലോലിക്കരുത്. പാപത്തെ വെറുക്കുക, പാപത്തെ ഇന്ന് രാത്രി ജയിക്കുക. ആരെങ്കിലും ഏതെങ്കിലും സ്വഭാവ വൈകല്യതകൾക്ക് ഈ രാത്രി അടിമപ്പെട്ട് നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയാതെ ഇതിനെ കുഴിയിൽ കൊണ്ട് വയ്ക്കുന്നിടം വരെ എന്നെ ചുറ്റിപ്പറ്റി കാണുമെന്ന് ഇന്ന് രാത്രി വേദനയോടെ പറയുന്നെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കൾ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. രക്ഷിക്കപ്പെട്ട എനിക്ക്, വീണ്ടും ജനനം പ്രാപിച്ച എനിക്ക് ആ പൈശാചിക ശക്തിയെ, ആ പാപ സ്വാധീനത്തെ ഇന്ന് രാത്രി ജയിക്കാൻ കഴിയും. അതിന് ജയജീവിതം നയിക്കാൻ എനിക്ക് ശക്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്റെ മേൽ വെളിപ്പെടുന്ന ദൈവ കൃപയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി നാളിതുവരെ ചിലതിനെ ജയിക്കാൻ കഴിയാതെ, ചില ബന്ധങ്ങളെ കുടഞ്ഞെറിയാൻ കഴിയാതെ, ചിലതിനോട് നോ പറയാൻ കഴിയാതെ, ദൈവത്തിന് സ്തോത്രം, മനസാക്ഷി കോടതിയിൽ കുറ്റബോധത്താൽ വേട്ടയാടി ദൈവവുമായുള്ള പ്രാഗൽഭ്യത്തിൽ നിന്ന് ഇന്ന് രാത്രി ദുഷ്ടപിശാച് ആരെങ്കിലും തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ പ്രാഗൽഭ്യത്തെ കെടുത്തിയ ആ പാപ സ്വഭാവത്തെ, ആ പാപ ശക്തിയെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്താലും അതുല്യ വചനത്താലും കർത്താവിന്റെ രക്തത്താലും ജയിക്കാൻ കഴിയുന്ന ഒരാത്മശക്തി ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ പരിശുദ്ധാത്മാവ് വചനത്താൽ അയക്കുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അധരം തുറന്ന് അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കുകയാണ്. ആഹാബിന്റെ രഥത്തിന് മുന്നാലെ ഓടാൻ ഏലിയാവിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവശക്തി നിനക്ക് നാളിതുവരെ ജയിക്കാൻ കഴിയാഞ്ഞ, ചിലതിനെ ജയിക്കാൻ കഴിയുന്ന, ചിലതിനെ കീഴടക്കാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ ഈ ഓഡിറ്റോറിയത്തിൽ അയക്കുന്നത് ഈ രാത്രി എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്റെ മാന്യ സഹോദര, എന്റെ മാന്യ സഹോദരി, ആരാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കൊരു ജയ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന്, നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന്? ഇന്ന് രാത്രി അങ്ങനെ നിങ്ങളുടെ തോന്നലുകൾ ഉളവാക്കുന്ന എല്ലാ പൈശാചിക പദ്ധതികളോടും ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഒരുമിച്ച് സന്തോഷത്തോടെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ജഡത്തെ ജയിക്കാൻ കഴിയുന്ന, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന അതുല്യ ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറ്റം ചെയ്യുന്നു. വിശ്വാസത്താൽ ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ലോകത്തെ ജയിച്ച ജയമോ. എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കർത്താവിന്റെ ആ പ്രാർത്ഥനയിലെ ആത്മാർത്ഥത കണ്ടു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കേണമെന്നല്ല, എടുത്തുകൊള്ളേണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അല്പം കൂടെ ആഴമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. വിശുദ്ധ യോഹന്നാൻ 17:12 ഒന്ന് വായിച്ച് അത് അല്പം കൂടെ ഗൗരവമായി നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. 17:12. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. മതി മതി, വളരെ നന്ദി. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ശാന്തമായി ഒന്ന് ശ്രദ്ധിച്ചേ. യേശു കർത്താവ് ആ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുന്നു, പിതാവേ, ഞാൻ ഒന്നുകൂടെ പറയാവേ, ആ സാഹചര്യം പറയാം. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഗിദ്രോന്തോട് കടന്ന് ഗത്സമനയിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ശത്രുക്കളാൽ പിടിക്കപ്പെട്ട മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് കർത്താവ് ഏൽപ്പിക്കപ്പെടാൻ പോവുക. അല്പസമയം കഴിയുമ്പോൾ ഇവരിൽ നിന്ന് മരണത്താൽ താൻ മാറ്റപ്പെടാൻ പോകുന്നു എന്ന് യേശുവിനറിയാം. പക്ഷെ ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിടവാങ്ങൽ കൂട്ടായ്മയാണ്. ഒരാമയും പറ. ഇവരിൽ നിന്ന് അല്പസമയത്തേക്ക് മരണത്താൽ താൻ മാറ്റപ്പെടാൻ പോകുക. ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ, കർത്താവിനറിയാം. പക്ഷെ കർത്താവ് പിതാവിനോട് എത്ര കൃതാർത്ഥനായിട്ടാ പ്രാർത്ഥിക്കുക. പിതാവേ, കഴിഞ്ഞ ചില വർഷങ്ങളായി ഊണിലും ഉറക്കത്തിലും നിഴല് പോലെ എൻ്റെ സന്തത സഹചാരികളായി ഇവർ എൻ്റെ കൂടെയുണ്ട്. ഒരാമയും പറയാമോ? ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് കർത്താവ് പറയുമ്പോ എന്തെല്ലാം സംഭവങ്ങൾ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ടാവും അല്ലേ? ഇന്നലകളെ പിറകോട്ട് നോക്കുമ്പോ എന്തെല്ലാം സംഭവങ്ങൾ കർത്താവ് ഓർക്കുന്നുണ്ടാകും. ഒരു സംഭവം പറയാമേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട 22-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ അറിയാവുന്ന ദൈവമക്കൾ ഒരുമിച്ച് പറയണം. ശീമോനെ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അവിടെ കരുത്തോടൊരു കാര്യം ഞാൻ പറയാം, വളരെ സൂക്ഷിച്ചു കേൾക്കുക. പിശാചിന് അനുവാദമുണ്ട്. ഒന്നുകൂടെ പറയുന്നു, എക്കാലവുമല്ല, ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു സമയം വരെ അവൻ അവിടെ ചെല്ലാം. ഈ യോബിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെല്ലുമ്പോൾ ഇവനും ചെല്ലുന്നതായി. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവനെ അവിടെ നിന്ന് നിഷ്കാസിതനാക്കുന്നത്. അപ്പൊ ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു കാലം വരെ, സമയം വരെ പിശാചിന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. പക്ഷേ അവിടെ അധികാരമൊന്നും അവനില്ല. എന്നാൽ അവൻ അധികാരമുള്ള ഒരു സ്ഥലമുണ്ട്. ഏതാണ് അവൻ അധികാരമുള്ള സ്ഥലം? ഈ ഭൂമിയാണ്. അവൻ ആദ്യം ഇവിടെ അധികാരം ഉണ്ടായിരുന്നില്ല പറയാം. പക്ഷേ അധികാരം പാപത്താൽ മനുഷ്യൻ അവന് അടിയറവ് വെച്ചതാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ യേശു ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യനായി വരേണ്ടി വന്നു എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ എല്ലാറ്റിന്റെ മേലും വാഴാനാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാറ്റിന്റെ മേലും വാഴാൻ, എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താൻ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തു, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി നാം കാണുന്നില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എല്ലാറ്റിന്റെ മേലും വാഴാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ അതെല്ലാം കൊണ്ട് പിശാചിന് അടിയറവ് വെച്ചു. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മണ്ണിലായിരിക്കുമ്പോൾ പിശാച് എന്ന് പറയുന്നത്, എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങേക്ക് തരാം, ഇതെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും തിരുവെഴുത്ത് പറയുന്നു,
സർവലോകവും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ ഭൂമിയിൽ അവൻ അധികാരമുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും പരമാധികാരമില്ല. പരമാധികാരമുള്ളത് സർവശക്തനായ നമ്മുടെ ദൈവത്തിനാണ്. അടുത്തൊരു കാര്യം ശ്രദ്ധിച്ചോ, അവൻ അധികാരം ഈ ഭൂമിയിലുണ്ട്. ഞാൻ അതിനെങ്ങനെ പറയാം, ഭാഗികമായ അധികാരം അവൻ ഈ ഭൂമിയിൽ ഇന്നുണ്ട്. പക്ഷെ അവൻ അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് അവന്റെ തന്നിഷ്ടം പോലെ എന്തും ചെയ്യാൻ കഴിയാത്തൊരു ഗ്രൂപ്പ് ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് യേശുവിന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. നിങ്ങളെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചെന്നർത്ഥം. ഇവന് അധികാരം ഇവിടെ ഉണ്ടെങ്കിലും എന്റെ അനുവാദമില്ലാതെ അവൻ എത്തി നോക്കാൻ കഴിയാത്തൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ സഭയെങ്കിൽ അഭിഷക്തന്മാരോടും ദൈവമക്കളോടും ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നാം ശുശ്രൂഷിക്കുന്ന ദേശങ്ങൾ, നമ്മുടെ സഭകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്ന പാർക്കുന്ന ഇടങ്ങൾ, ഏത് പൈശാചിക ശക്തികളുടെ ഈട്ടില്ലങ്ങളാണെങ്കിലും, ഏത് ദുർശക്തികൾ ഇന്ന് രാത്രി കൊടികുത്തി വാഴുന്ന ഇടങ്ങളാണെങ്കിലും, കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എന്റെ രക്ഷിതാവ് അറിയാതെ, എന്റെ നാഥൻ അറിയാതെ, എന്റെ മിനിസ്ട്രിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ തലമുറയ്ക്കെതിരെ, എന്റെ ആയുസ്സിനെതിരെ, എന്റെ ആരോഗ്യത്തിനെതിരെ, എന്റെ ജീവനെതിരെ ചലിക്കാൻ നിനക്ക് അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അമർച്ചയായി കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറുക. കരുത്തോടത് പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുതി വെച്ചോ ഈ ദൂത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. അഭിഷക്തനെ, ഇന്ന് രാത്രി നിങ്ങളെക്കാൾ നിങ്ങൾക്ക് ശുശ്രൂഷ തന്ന, നിങ്ങളെ വിളിച്ച ദൈവത്തിനറിയാം നിങ്ങളെ എവിടെയാ നിയമിച്ചതെന്ന്. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മിനിസ്ട്രിക്കെതിരെ, സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ ഇന്ന് രാത്രി വിശ്വാസിയെ എൻ്റെ ദൈവത്തിനറിയാം താങ്കളെ എവിടെയാണ് നട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾക്കെതിരെ ഉഗ്രമായി പോരാടുന്ന ശക്തികൾ എത്രയെന്ന് ഇന്ന് രാത്രി എൻ്റെ നാഥൻ അറിയാമെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. ഏത് ആഭിചാര ശക്തികളാണെങ്കിലും, ഏത് മന്ത്രവാദ ശക്തികളാണെങ്കിലും, ഏത് ദേശാധിപതി ശക്തികളാണെങ്കിലും, ഏത് ഉഗ്ര കുടിയിരിപ്പ് ശക്തികളാണെങ്കിലും, എന്റെ രക്ഷിതാവ് അറിയാതെ, എന്റെ നാഥൻ അറിയാതെ ചലിക്കാൻ അനുവദിക്കില്ല. ഇന്ന് രാത്രി നിനക്ക് അനുവാദമില്ല. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്ന കരുത്തോടെ പറയാൻ അഭിഷേകം പ്രാപിച്ച എത്ര പേര് ഇവിടെ ഉണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയം ഇന്ന് രാത്രി നന്ദിയാൽ നിറയുന്നു. എന്റെ കർത്താവിനെ വിസ്താരത്തിന് പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നു. നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് അല്പ അഹങ്കാരത്തിൽ പീലാത്തോസ് പറഞ്ഞു, എന്നെ അറിയില്ലേ, എന്റെ അധികാരം അറിയില്ലേ, എനിക്ക് അങ്ങേ വിട്ടയക്കാനും ക്രൂശിക്കാനും അധികാരമുണ്ട്. പൊന്നു കർത്താവ് തിരിച്ചു പറഞ്ഞു, എന്റെ നാടൻ പ്രയോഗം ചേർത്ത് പറയുക, പീലാത്തോസേ, നിന്റെ അധികാരത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് വിസ്തരിച്ചവരുടെ മേൽ നിന്റെ തന്നിഷ്ടം നടത്താൻ നിനക്ക് അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ നിന്റെ തന്നിഷ്ടത്തിനൊന്നും പ്രസക്തിയില്ല. മുകളിൽ നിന്ന് അനുവദിച്ചിട്ടല്ലാതെ, മുകളിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇന്ന് രാത്രി നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനങ്ങൾ ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ രോഗാത്മാവായി, നിങ്ങളുടെ ഭൗതിക മേഖലയിൽ തകർച്ചയായി, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാത്രി അസന്തുഷ്ടിയായി, സഭയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, മിനിസ്ട്രിക്കെതിരെ നിയമത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ശക്തികളായി ഇന്ന് രാത്രി അത് ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണ്ട. ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ ശക്തിയാൽ, ഇവിടെ ചലിക്കുന്ന പരിശുദ്ധാത്മ വ്യാപാരത്താൽ ആ രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ആ പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്.
പറയുകയാണ്, ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ നിയോഗം തരുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് തന്നെ ആത്മനിയോഗത്തോടെ ഞാൻ കൽപ്പിക്കുന്നു, എനിക്കെതിരെയോ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അഭിഷേകന്മാർക്കെതിരെയോ ഏതെങ്കിലും ദൈവമക്കൾക്കെതിരെയോ ഇന്ന് രാത്രി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അവരുടെ ശരീരത്തിൽ രോഗാത്മാവായി, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ തലമുറകളിൽ, അവരുടെ മിനിസ്ട്രിയിൽ ഇന്ന് രാത്രി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏകകർത്താവും ഏകരക്ഷിതാവുമായ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു, ആ രോഗാത്മാക്കൾ ഇന്ന് രാത്രി ആ കുടുംബം വിട്ട് പുറത്തു പോകട്ടെ, ആ ശരീരങ്ങൾ വിട്ട് ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കുന്നു. ആത്മാവിൽ എനിക്കത് അറിയാൻ കഴിയുന്നു. ആരും തലയിൽ കൈവയ്ക്കാതെ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി ഇവിടെ സംഭവിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ജയം വചനത്താൽ ദൈവാത്മാവ് തന്നിരിക്കുക. വിശ്വാസത്താൽ ഇന്ന് രാത്രി സ്തോത്രം പറ. ഈ രാത്രി പൈശാചിക പദ്ധതികളെ ദൈവാത്മാവ് നിർവീര്യമാക്കിയാണ്. വിശ്വാസത്താൽ കരമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക. രണ്ടാമത് ഒരാശയം കൂടെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. എന്നോട് അനുവാദം ചോദിച്ചു. രണ്ടാമത്, നമ്മുടെ ഈ സുവിശേഷ യോഗം പോലെ അത് ലൈവായി നടക്കുന്ന കാര്യമല്ല. ഒരാമയും പറ. ദേ പിശാച് എൻ്റെ ചെവി വന്ന് ചോദിക്കുന്നു, നിങ്ങളെ പാറ്റാൻ അനുവാദം കൊടുക്കാവോ? അത് അപ്പോ നടക്കുന്നതല്ല, ഇന്നലകളിൽ എപ്പോഴോ സംഭവിച്ചതാ. സാത്താൻ അനുവാദം ചോദിച്ച് ചെന്നതും കർത്താവ് നൽകി കൊടുക്കാതിരുന്നതും ഇവരറിഞ്ഞില്ല. അങ്ങനൊരു സംഭവം നടന്നിരുന്നു എന്ന് അവരറിയുന്നത് കർത്താവ് പറയുമ്പോഴാണ്. ഇന്ന് രാത്രി ഓർത്തോണം കേട്ടോ. പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ചു. നാം പോലും അറിയാതെ നമ്മെ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് എത്ര വഞ്ചനയുടെ വല വിരിച്ചതാണെന്നറിയാമോ? തകർച്ചയുടെ കുഴി കുഴിച്ചതാണെന്നറിയാമോ? നിങ്ങൾ പോലും അറിയാതെ ആ വലയ്ക്കകത്ത് കുരുങ്ങാതെ, ആ കുഴിക്കകത്ത് നിവേദിക്കാതെ ഒഴിവാക്കി നടത്തിയ ദൈവകൃപയാണ് ഇന്ന് രാത്രി കസാരയിൽ വന്നിരിക്കുന്നത്, ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്നതെന്നോർത്ത് അതരം തുറന്ന് പിശുക്കില്ലാതെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവാത്മാവ് ഈ ദൂതന്റെ ഹൃദയത്തിൽ തരിക. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ഒരു ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ പറയുക, നമ്മൾ അറിയാത്ത പല പ്രതിസന്ധി നമുക്ക് പിറകെ വന്നതാ. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ദൈവം അതിനെയൊക്കെ തട്ടി മാറ്റിയതാ. ഹല്ലേലൂയ. ഒരു വചനത്തിന്റെ ദൂത് ദൈവാത്മാവിനോട് പറയാൻ പറയാം. ലാബാന്റെ വീട്ടിൽ നിന്ന്
യാക്കോബ് ദൈവശബ്ദം കേട്ടു പോന്നു. അമ്മ പറഞ്ഞായിരുന്ന ആളയച്ച് വിളിപ്പിക്കാമെന്ന്. അമ്മ പറഞ്ഞു ആളയച്ച്. എപ്പോ? ഏശാവിന്റെ കോപം മാറിയ ശേഷം. പക്ഷെ 20 വർഷമായി അമ്മ അയച്ച ആള് വന്നില്ല. അതിന്റെ അർത്ഥം ജ്യേഷ്ഠന്റെ കോപം മാറിയിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. വീട്ടിലെ സാഹചര്യം ഒന്നും അറിയില്ല. എൻ്റെ ചിന്ത പറയാം, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല. ജ്യേഷ്ഠനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള പ്രതികരണം എന്താകും, അതിന്റെ പ്രത്യാഘാതം എന്താകും എന്നൊന്നും യാക്കോബ് ചിന്തിച്ചില്ല. ദൈവം പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച് ദൈവശബ്ദത്തിന് എടുത്തു ചാടി. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യങ്ങളെ കണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് പലതും വിശകലനം ചെയ്ത് ദൈവം തന്ന നിയോഗത്തിൽ നിന്ന് അറച്ചു പിറകോട്ട് മാറാതെ അന്ന് രാത്രി സാഹചര്യങ്ങൾ എന്താകുമെന്ന് ചിന്തിച്ച് അറച്ചു നിൽക്കാതെ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ശബ്ദത്തിന്, ദൈവം തന്ന നിയോഗത്തിന് ഇന്ന് രാത്രി ചുവട് വെക്കുമെങ്കിൽ ആ നിയോഗത്തിനെതിരെ ചലിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ വിശ്വസ്തത ഒരു പരിച പോലെ, ഒരു ഫലക പോലെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുന്നു. ദൈവശബ്ദത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വചനത്തിന്റെ പ്രവചനം ഞാൻ പറയാം. ദൈവശബ്ദത്തിന് ചുവട് വെച്ചു. നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ തിരകടമെ ചവിട്ടി വരിക. എല്ലാരും പറഞ്ഞു ഭൂത. കർത്താവ് പറഞ്ഞു ഞാനാ. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവേ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കലോട്ട് വരാൻ എന്നോടൊന്ന് പറ. കർത്താവ് പറഞ്ഞു വാ പത്രോസേ, വാ പത്രോസേ എന്ന് പറഞ്ഞ് പത്രോസ് ചാടുക. അപ്പൊ കാറ്റ് മാറിയിട്ടില്ല. ഒരാമേനൊന്ന് പറ. കാറ്റെപ്പോഴാ മാറിയത്? കർത്താവും പത്രോസും കൂടെ പടകിൽ കയറിയപ്പോഴാ. അപ്പൊ പത്രോസ് ചാടുമ്പോഴും നിങ്ങൾ എല്ലാവരും വരുന്നില്ല, കാറ്റുണ്ട്. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, കാറ്റ് കണ്ട് അറച്ചു നിന്നില്ല, ചുമ്മാ എടുത്ത് ചാടിയതല്ല, വരാൻ പറഞ്ഞ കർത്താവിന്റെ വാക്കു വിശ്വസിച്ച് എന്റെ പൊന്നു കർത്താവിന്റെ കണ്ണെ നോക്കി എടുത്ത് ചാടിയതാ. പക്ഷെ എടുത്ത് ചാടിയവൻ ഇടയ്ക്കൊന്ന് പതറി കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പത്രോസ് ആ കടലിൽ മുങ്ങാൻ എൻ്റെ നാഥൻ അനുവദിച്ചില്ല. ആ കടലിലെ വെള്ളം അവന്റെ വായിൽ, വയറ്റിൽ കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അവൻ മുങ്ങുന്നതിനു മുമ്പ്, കടലിലെ വെള്ളം അവന്റെ വായിൽ കയറുന്നതിനു മുമ്പ് അവനെ പൊക്കാൻ ഒരു കരം, അവനെ താങ്ങാൻ ഒരു കരം, അവനെ പിടിക്കാൻ ഒരു കരം, അവന്റെ സമീപത്ത് ഏത് കരം? വരാൻ പറഞ്ഞവന്റെ കരം. എന്റെ കണ്ണെ നോക്കിയാ ഇറങ്ങിയതെങ്കിൽ, എന്റെ മുഖത്ത് നോക്കിയാ നീ എടുത്തു ചാടിയതെങ്കിൽ, എന്റെ കണ്ണെ നോക്കി ഇറങ്ങിയ നീ ഈ കടലിൽ മുങ്ങാൻ ഞാൻ അനുവദിക്കില്ല. പറഞ്ഞത് ഞാനാണെങ്കിൽ എന്റെ വിശ്വസ്തതയുടെ കരം നിന്നെ താങ്ങുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചന ദൂത് വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവർ കരമടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ദൈവശബ്ദത്തെ കണ്ണടച്ചു വിശ്വസിച്ചു. ദൈവിക നിയോഗത്തിന് ഇന്ന് രാത്രി ചുവട് വെച്ചു. പരാജയപ്പെടത്തില്ല, പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല. വരാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ, എന്റെ ശബ്ദം കേട്ടാ നീ ഇറങ്ങിയതെങ്കിൽ, കടലാണെന്ന് ചിന്തിക്കാതെ, വീശിയടിക്കുന്ന കാറ്റോർക്കാതെ, മുങ്ങിയാൽ ചാകുമെന്ന് ഓർക്കാതെ, നിന്റെ ജീവനെ എന്റെ കൈവെള്ളെ വെച്ച് തന്ന് എന്നെ വിശ്വസിച്ച എടുത്തു ചാടിയതെങ്കിൽ, എന്റെ ശബ്ദത്തിനാ നീ ഇറങ്ങിയതെങ്കിൽ, നീ തകരില്ല. നീ തകരാൻ എന്റെ ദൈവം അനുവദിക്കില്ല. നീ ഉടയില്ല, ഉടയാൻ എന്റെ നാഥൻ അനുവദിക്കില്ല. അതരം തുറന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി
ആര് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ? സമയം പോകുന്നു. യാക്കോബ് പോവാ. പക്ഷെ 3-ാം ദിവസം ലാബാൻ അറിയുന്ന യാക്കോബ് പോയെന്ന്. യാക്കോബിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ ആളും ആരവാരോ സന്നാഹവുമായി ലാബാൻ പുറപ്പെടുക. 7-ാം ദിവസമാ ഗിലെയാദ് പർവ്വതത്തിൽ ലാബാൻ യാക്കോബിന്റെ അടുക്കൽ എത്തുന്നു. ഒരു രാത്രി കഴിഞ്ഞാൽ പിറ്റേ പ്രഭാതം ലാബാൻ യാക്കോബിനെ പിടിക്കാൻ പോവാ. പക്ഷെ അന്ന് രാത്രി ദൈവം ഗിലെയാദ് പർവ്വതത്തിൽ ഇറങ്ങി ലാബാനോട് പറഞ്ഞു, യാക്കോബ് എൻ്റെ ദാസനാ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. യാക്കോബ് എൻ്റെ ദാസനാ. നിന്റെ അനിഷ്ടം പോലൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ദാസനാ. അവനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ചെയ്തു പോകരുത്. എത്ര പേർക്ക് അധരം തുറന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? നാം അറിയാതെ നമ്മെ തകർക്കാൻ ഇന്ന് രാത്രി പദ്ധതി തയ്യാറാക്കുന്ന ഏതെങ്കിലും ഇരുളിന്റെ ശക്തികളുണ്ടെങ്കിൽ ദൈവശബ്ദം ഇന്ന് രാത്രി ആ മേഖലയിൽ മുഴങ്ങട്ടെ. എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇന്ന് രാത്രി ചില ഗൂഢപദ്ധതികൾ വഴിമാറി പോകട്ടെ. അഗിത്തേഫേലിന്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കിയതുപോലെ ചില പദ്ധതികൾ ഇന്ന് രാത്രി നിർവീര്യമാകട്ടെ. ഒത്തിരി പറയുന്നില്ല. പിറ്റേ പ്രഭാതത്തിൽ ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, മരുമോനെ, നീ വിദഗ്ധമായി എന്നെ കബളിപ്പിച്ച് പോകുന്നൊന്നും ചിന്തിക്കണ്ട. നിന്നോട് ദോഷം ചെയ്യാനുള്ള ശക്തി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പക്കലുണ്ട്. പക്ഷെ നിന്റെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു നിന്നോട് ദോഷം ചെയ്യരുതെന്ന്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കട്ടായം പൊക്കിയേനെ. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, നാം അറിയാതെ നമ്മെ പിന്തുടരുന്ന പല ശക്തികളും, എന്നാൽ എൻ്റെ ദൈവം അതാത് സമയങ്ങളിൽ നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഇന്ന് രാത്രി വഴുതി ഇവിടെ ഇരിക്കുന്നതെന്നോർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അവിടെ നിൽക്കാൻ സമയമില്ല. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രാമേൻ എന്ന് പറ. രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ശ്രദ്ധേയമായത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. 3 ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാമേ. 3 യേശു കർത്താവ്, ഒരുമിച്ച് രാമേൻ പറഞ്ഞു പറ, താനായി തനിക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മെ തേടി നമ്മുടെ രക്ഷിതാവ് ഈ മണ്ണിലേക്ക് വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, പിന്നെ തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ചു വന്നത്. ഫിലിപ്പ് ലേഖനം 2:5 മുതൽ കർത്താവിൻ്റെ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ദൈവരൂപത്തിലിരിക്കെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു പറ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. നല്ല രാമേൻ പറയാമോ? നമ്മെ തേടി നമ്മുടെ കർത്താവ് വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മണ്ണിലേക്ക് വന്നു? അതറിയണമെങ്കിൽ നാം ഏദനിലേക്ക് വരണം. നയപരമായി പിശാച് വന്ന് ഹവ്വായോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറയുന്ന മറുപടി ഞാൻ വിശദീകരിക്കുന്നില്ല. ഹവ്വ പറയുന്നില്ല, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമൊന്നും തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് മാത്രമല്ല, തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിശാച് അവളെ വഞ്ചിക്കുകയാണ്. എന്തിനാണ് തിന്നരുതെന്ന് പറഞ്ഞെന്നറിയാമോ? തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പിശാചും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു. എവിടെ ഇരുന്നോണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത്? 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നിഷ്പാപയുഗത്തിൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ദൈവമേ, അങ്ങയുടെ കൈകളുടെ വിരലുകളുടെ പണിയായ
ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കാൻ അവനെന്ത്, മനുഷ്യപുത്രനെ വിചാരിപ്പാൻ അവനെന്തും മാത്രം. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട് തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യനോട് പിശാച് മന്ത്രിക്കുകയാണ്. ഇതുപോരാ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ദൈവത്തെ പോലാകേണ്ടവരാണ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ആ തന്ത്രത്തിൽ മനുഷ്യൻ ചെന്നുപെടുകയും അങ്ങനെ അവന്റെ തേജസ്സും അവന്റെ ബഹുമാനവും അവന് നഷ്ടപ്പെടുകയും ചെയ്തു. മനുഷ്യന്റെ പ്രവണത എന്താണ്? താണ നിലയിൽ നിന്ന് ഉയരാവുന്നിടത്തോളം ഉയരങ്ങളിലെത്തുക. അതാണ് മനുഷ്യന്റെ പ്രവണത. എന്നാൽ എൻ്റെ ദൈവം എന്നാ ചെയ്തെന്നറിയാമോ? മനുഷ്യ, നീ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പിശാച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് പൊഴിച്ചു തരാം. അതിന് ദൈവം എന്താ ചെയ്തത്? മനുഷ്യൻ ദൈവത്തെ പോലാകാൻ ആഗ്രഹിക്കുമ്പോൾ മഹാദൈവം, തേജസ്സിന്റെ ദൈവം, തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച്, തന്റെ തേജസ് വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മണ്ണിൽ വന്നു. കരമുയർത്ത ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മനുഷ്യനായി മണ്ണിൽ വന്നു. ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയപരിമിതിയുണ്ട്. അങ്ങനെ യേശു കർത്താവ് തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മണ്ണിൽ വന്നതുകൊണ്ട് നമുക്കെന്ത് ഗുണം കിട്ടി? റോമലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. നമ്മിലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3:1 മുതൽ അറിയാവുന്ന ദൈവമക്കൾ ഒരുമിച്ച് പറഞ്ഞ് കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ലോകം അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അദ്ദേഹം പ്രത്യക്ഷനാകുമ്പോൾ അടുത്തത് അടിവരയിടണേ, നാം അദ്ദേഹത്തെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അടുത്തത് ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞ് അദ്ദേഹത്തോട് സദൃശന്മാരാകും. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ, നമ്മുടെ പൗരത്വമോ, ഒരുമിച്ച് ആമേൻ പറഞ്ഞു പറ, സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അദ്ദേഹം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അദ്ദേഹത്തിന്റെ, ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുത്ഥാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കൽ യേശുവിന്റെ മടങ്ങി വരവിൽ എനിക്ക് കിട്ടാൻ പോകുന്ന തേജസ്, എനിക്ക് കിട്ടാൻ പോകുന്ന ശരീരം നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല, ആദാമ്യ മഹത്വമല്ല. പിന്നെ യേശു ഏതു തേജസ്സിലാണോ, ഏതു മഹത്വത്തിലാണോ, ആ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാൻ മഹത്വത്തിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്ന് അതുല്യ ദൈവകൃപയ്ക്ക് ഇന്ന് രാത്രി സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഒരുമിച്ചൊന്ന് വായിച്ചു പാസ്റ്റർ, ആ വാക്യം ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. ഗ്ലോറി, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എബ്രായർ 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ഒന്ന് നിർത്തണേ, കര ഉയർത്തി ഒരിക്കലൂടെ ആമേൻ പറയാവോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാവോ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നേ? പിതാവായ ദൈവത്തെ തിരുവെടുത്ത് പരിചയപ്പെടുത്തുന്നു. ഒരുമിച്ചൊന്ന് ആമേൻ പറ. സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, ആ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന അനേക പുത്രർ അത് ദൈവത്തിന്റെ മക്കളാണ്, അത് കർത്താവിന്റെ സഭയാണ്, അത് നാമാണ്. കരമുയർത്തി സന്തോഷത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ
രക്ഷാനായകനെ, ആരുടെ രക്ഷാനായകനെ? തേജസ്സിലേക്ക് നടത്തപ്പെടാൻ പോകുന്ന വിശുദ്ധരുടെ രക്ഷാനായകനെ. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ. കഷ്ടാനുഭവങ്ങളാൽ, ഒരുമിച്ച് രാമേൻ പറയാം, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇന്ന് രാത്രി എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്തുകൊണ്ട് ചരിത്രത്തിൽ ദൈവത്തിന് ഒരുക്കേണ്ടി വന്നു? ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി മണ്ണിൽ വരേണ്ടി വന്നു? യേശു ക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിൽ മരിക്കേണ്ടി വന്നു? തിരുവെഴുത്തിന്റെ സത്യം ഒരൊറ്റ ഭാഗത്ത് ക്രോഡീകരിച്ചിരിക്കുകയാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇന്ന് രാത്രി ക്രൂശിലേക്കൊന്ന് നോക്കാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവ് ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ക്രൂശിന്റെ ക്രോസ് ഭാഗം ചുമലിൽ ഏറ്റെടുത്ത് യെരൂശലേം തെരുവീതിയിലൂടെ വീണ്ടും എണിറ്റും വീണ്ടും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി യെരൂശലേം തെരുവീതിയിലൂടെ തലയോടിടമെന്ന ഗോൽഗൊഥ മലയുടെ മുകളിലെത്തി. ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് എന്റെ രക്ഷിതാവ് സ്വന്തം തോളോട് തല ചായച്ചു വെച്ച് പ്രാണനെ വെടിയുകയാണ്. നീര് വന്നു വീങ്ങി വികൃതമായി കിടക്കുന്ന ആ രൂപം ഇന്ന് രാത്രി കാണുന്നുണ്ടോ? അതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവചന കുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ യെശയ്യാവ് കണ്ടു വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് ഇന്ന് രാത്രി തേജസ്സിന്റെ കർത്താവ്, ഈ അഖിലാണ്ട കടാകത്തിന്റെ ഉടയവൻ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം, നമ്മുടെ സൃഷ്ടാവ്, ഹല്ലേലൂയ, മനുഷ്യനായി മണ്ണിൽ വന്ന് കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും വഴി പോകുന്നവരും അറപ്പോടും വെറുപ്പോടും മുഖം മറച്ചു കളയത്തക്ക നിലയിൽ അത്ര ഭീഭത്സമായി ആ ക്രൂശിൽ കിടക്കുവതാരെന്ന് ഇന്ന് രാത്രി അറിയാമോ? അതാ തേജസ്സിന്റെ കർത്താവ്. എന്തുകൊണ്ട് യേശു ക്രിസ്തു മഹാദൈവം, തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരേണ്ടി വന്നു, ക്രൂശിൽ മരിക്കേണ്ടി വന്നു? ഒറ്റ മറുപടി, എന്നെ തന്റെ തേജസ്സിലേക്ക് നടത്താൻ തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഈ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ പ്രിയരെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കേണ്ട 3-4 വാക്യങ്ങൾ കാണാപ്പാടൊന്ന് പറയണം. ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, ആമേൻ പറ, 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ചു. സങ്കടം വരിക. ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ, ഒന്ന് ആമേൻ പറഞ്ഞു പറ. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? രക്ഷിക്കപ്പെട്ടപ്പോഴേ മരിച്ചു. ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ട അന്ന് ദൈവത്തിൽ സുരക്ഷിതായി. ഇനിയിപ്പോ നടക്കാൻ പോകുന്ന മരണം ഒരു ചടങ്ങെന്നേ ഉള്ളൂ. ഒരാമേനെന്ന് പറ. രക്ഷിക്കപ്പെട്ട അന്നേ മരിച്ചെന്നേ, ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞെന്നേ. അതല്ലേ ക്രിസ്തീയ ജീവിതത്തിന്റെ കരുത്ത്? ക്രിസ്തീയ ജീവിതത്തിന്റെ കരുത്തെന്താ? മരണഭയം കൂടാതെ മണ്ണിൽ ജീവിക്കുന്നതാ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ ആയി തീർന്നതിനാൽ മരണഭയം, ഭീതി മാറി. എത്ര സന്തോഷം! കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാ. എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ, അയ്യോ എന്തുവാ അത്? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
ഇതുപോലെ ധന്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കൊരു സന്തോഷമില്ല. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. അടുത്ത പദം എന്നെ ത്രസിപ്പിച്ചതാ, നമ്മുടെ ജീവനായ. ഒരു ആമേൻ ഒന്ന് പറഞ്ഞ്. എന്തുവാ നമ്മുടെ? നിയമസഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വന്നു പോയില്ലേ? മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അണികളൊക്കെ നേതാക്കന്മാരോടുള്ള സ്നേഹവും ആദരവും കൂറും പ്രതിബദ്ധതയും ഉശിരൻ മുദ്രാവാക്യങ്ങളിലൂടെ വ്യക്തമാക്കിയില്ലേ? അപ്പോഴൊക്കെ പറയുന്നല്ലേ, കണ്ണേ കരളേ. ഒരാമേൻ എന്ന് പറ. എന്താ അവരുടെ നേതാവിനോടുള്ള അവരുടെ സ്നേഹവായ്പ് ആ മുദ്രാവാക്യങ്ങളിലൂടെ അവർ വ്യക്തമാക്കുകയാണ്. കണ്ണേ. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞ കേട്ടോ, ഒരാമേൻ എന്ന് പറ. എന്റെ കണ്ണായ ക്രിസ്തു എന്നല്ല. ഒന്നും സന്തോഷത്തോടൊരു ആമേൻ പറ. എന്റെയൊന്നും അല്ല, നമ്മുടെ ജീവനായ ക്രിസ്തു. കരമുയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, യേശു ക്രിസ്തു എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണ്. കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, നമ്മുടെ ജീവനായ ക്രിസ്തു എന്റെ ജീവനേക്കാൾ, എനിക്കുള്ള സകലതിനേക്കാൾ വലുതെന്റെ കർത്താവാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു. തുള്ളിച്ചാടി പറഞ്ഞാൽ കൊള്ളാന്നു, പക്ഷെ എന്റെ ആരോഗ്യമൊന്നും അതിന് അനുവദനീയമല്ല. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അദ്ദേഹത്തോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. എപ്പോൾ? ഇതിലേക്ക് 2026 വർഷങ്ങൾക്ക് പിറകിൽ ദൈവം തന്റെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ചതും ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതും നമ്മുടെ തേജസ്കരണത്തിലേക്കാണെങ്കിൽ, തന്റെ പുത്രന്റെ തേജസ്സിലേക്കും മഹത്വത്തിലേക്കും നമ്മെ നയിക്കാനാണെങ്കിൽ, അതെപ്പോഴാണ് നിറവേറപ്പെടാൻ പോകുന്നത്? യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അദ്ദേഹത്തോടു കൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് യേശു കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടാൻ പോകുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, യേശു മടങ്ങി വരും. നമ്മുടെ തേജസ്കരണം ഭൂവണിയും. ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുക. ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കാലത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കുന്ന, കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി അറിയട്ടെ, യേശു കർത്താവ് മടങ്ങി വരുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, പ്രപഞ്ചം ഇട്ടുനോവോടെ കാത്തിരിക്കുകയാണ്. എന്തിന്? ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം സംഭവിക്കേണ്ടെന്നതിന്. ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത്? ഇതൊരു ഈറ്റുനോവാണ്. ലോകം ഈറ്റുനോവെടുക്കുകയാണ്. എന്തിന്? യേശുവിന്റെ മടങ്ങി വരവിനായി, നമ്മുടെ തേജസ്കരണത്തിനായി. ഇനി അധിക സമയം അതിനില്ല. യേശു മടങ്ങി വരുന്നു. ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ അധരങ്ങളും തുറന്ന് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കൊയറിനോട് ചേർന്ന് പാടാം.